എന്താ വില? വില നോക്കിയിട്ട് കാര്യമുണ്ടോ? ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ? എന്താ പറ്റിയ? എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നോട് കേട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇങ്ങനെ കിടക്ക. ഞാൻ അന്തം നിർമ്മിക്കും. ഇവിടെ നമുക്ക് ആശുപത്രി കൊണ്ടോ? മോളെ ജമീല, മോളെ ജമീല, ജമീല, മോളെ എന്താ മോളെ? എന്താ ഉണ്ടായത്? നിങ്ങളത് തെളിച്ച് പറയണി. നമ്മുടെ ആ കറുത്ത പൂച്ച. ആ എന്തേ പൂച്ച കഴിച്ചോ? അതൊന്നുമല്ല, ആ പൂച്ച ഓളെ തുറച്ചു നോക്കിയെന്ന്. പൂച്ച നോക്കിയോ? അതിനിങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കാൻ പിരാന്നുണ്ടോ അവൾക്ക്? വേറെ മനുഷ്യനെ വിലക്കെടുത്താൻ വേണ്ടി. അതങ്ങനെ അങ്ങനെ പിരാന്ത് മാത്രമായിട്ട് കാണാൻ പറ്റില്ല ഹൈഡ്രോ. നമ്മളിങ്ങനെ കുറെ കാലം വിശ്വസിച്ചില്ലേ? ഇതെന്തൊരു ജുമാക്ക് കുത്തുപായിൽ മൗലവി പറഞ്ഞത് കേട്ടില്ലേ? കറുത്ത പൂച്ച, കറുത്ത നായ, ഒട്ടകം ഒക്കെ ശൈത്താനാണ്. നായ്ക്കൾ ബാങ്ക് കേൾക്കുമ്പോൾ ഓരിയിടുന്നത് അവ പിശാചുക്കൾ ആയതുകൊണ്ടാണ്. അതിന് മൗലവി അങ്ങനെ പറഞ്ഞെന്നുള്ളത് ശരിയാ. പക്ഷെ ജമീലാന്റെ അടുത്ത് കുറിച്ച് പറഞ്ഞേ. നല്ല തമാശ. അതിനിപ്പോ പ്രത്യേകിച്ച് കാരണം വരുന്നുണ്ടേനാ? ഓ ഇന്നലെ പാലുപാത്രം കഴിക്കുന്നില്ല തിളച്ച വെള്ളം ശ്രദ്ധയില്ലാണ്ട് പുറത്തേക്ക് ഒഴിച്ചതാ. എനിക്കിപ്പോ തോന്നുന്നത് അത് കുഴപ്പമായിന്നാ. ജിന്നുകൾ പല കാരണവശാലും മനുഷ്യനെ ഉപദ്രവിക്കും. അവർക്ക് ദേഷ്യം വന്നാൽ മനുഷ്യനെ കൊല്ലുക തന്നെ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ജിന്നുകൾക്ക് പരിക്കേൽക്കാനിടയുണ്ട്. നാം മേശ വലിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് കാണാനാവാത്ത ജിന്നുകൾ അതിനിടയിൽ കുടുങ്ങിപ്പോകാനിടയുണ്ട്. ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോഴും കല്ലെറിയുമ്പോഴും വടി വീശുമ്പോഴുമൊക്കെ ജിന്നുകൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതി ജിന്നുകൾ നമ്മെ അറ്റാക്ക് ചെയ്യും. മൗലവിന്റെ അടുത്ത് ഒന്ന് പോയിട്ട് വാ. എന്നാ ഞാൻ